അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, മുസ്ലിമായിക്കൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മറവി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രയാസങ്ങൾ, നമ്മളിൽ നിന്ന് ജീവിച്ച് മരിച്ചുപോയ ആളുകൾ, ഇവരുടെ ഓർമ്മകൾ മറക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ അതൊരു പരീക്ഷണമായി വരും എപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കേണ്ട, ഗൗരവത്തിലെടുക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ മറക്കുന്നതോടുകൂടി ആ മറവി എന്ന് പറയുന്നത് പരീക്ഷണമായിട്ട് മാറും. ആദ്യമായിക്കൊണ്ട് തന്നെ മുഹമ്മദ് സ്വാലിഹ് അൽ ഉസൈമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു റിസാലയിൽ ഒരു മനുഷ്യൻ തീരെ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യം എണ്ണുന്ന ഒരു കാര്യം, അൻത ലാ തസ്അൽ മതാ തമൂത്, നീ എപ്പോൾ മരിക്കുമെന്ന് നീ ചോദിക്കേണ്ടതില്ല. എന്നാൽ അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു നിരക്കും മറക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ് സ്വന്തത്തിന്റെ മരണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം മരണം എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മരണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വലാ ഐന തമൂത്, നീ എവിടെ വെച്ച് മരിക്കുമെന്ന് നീ ചോദിക്കേണ്ടതില്ല. കാരണം ലിഅന്ന ഹാദാ അംറുൻ ലാ യഹ്താജു ഇല സുആൽ, ചോദ്യത്തിന്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരാൾ മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ ഇവിടെ വരുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും മറ്റുള്ളവരുടെ മരണത്തെ കുറിച്ചാണ്. എന്റെ വാപ്പ മരിക്കും, എന്റെ ഉമ്മ മരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ മരിക്കും, ഞാൻ മരിക്കുന്നില്ല എന്ന ചിന്താഗതിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഹുത്തുബയിൽ പറയാറുണ്ട്, എന്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും ഒരു ഉദാഹരണം, നമ്മുടെ ഒരു പ്രവർത്തകൻ, നമ്മുടെ ഒരു ബ്രാസിംഗിന്റെ വാപ്പ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വാപ്പാനെ നമ്മുടെ ഈ പ്രവർത്തകൻ, അദ്ദേഹം നമ്മുടെ സുഹൃത്ത് ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച സമയത്ത് അദ്ദേഹം വല്ലാണ്ട് പൊട്ടിപ്പോയി, അദ്ദേഹം കരഞ്ഞുപോയി. അദ്ദേഹത്തിനെ എല്ലാവരും കൂടി താങ്ങി നിർത്തിയ സമയത്ത് എന്റെ കൂടെയുള്ള എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നെ പിടിക്കണം കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വാപ്പ മരിച്ചു, എന്റെ വാപ്പ ഞാൻ കൊണ്ടുപോയി ഖബറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോ എനിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനാണ്, എന്നെ പിടിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞൊരു വരിയും ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്തൊരു വരി. അദ്ദേഹം പറഞ്ഞു, എടാ, ഇപ്പോഴും ആ നിൽക്കുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്, ഈ കിടക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്ക്. വരി മനസ്സിലായോ? ഇപ്പോൾ നിൽക്കുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്, ഈ കിടക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവർ മരിക്കുന്നു, മറ്റുള്ളവരെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നു. ഞാനെപ്പോഴും അല്ലാഹു ഗഫൂർ ലഹു വർഹംഹു എന്ന് പറഞ്ഞ് ആ ഖബറിന്റെ പുറത്ത് നിൽക്കുമെന്നതാണ്. എല്ലാ സഹോദരങ്ങളെ, എനിക്കും ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്കും ഇൻഷാ അല്ലാഹ് ഒരു മരണം വരാറുണ്ട്. വലാ ബുദ്ദ അയ്യകൂൻ, അത് തീർച്ചയായിക്കൊണ്ടും സംഭവിക്കും. ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വമഹ്മാ ത്വാലത് ബിക ദുനിയ ഫകഅന്നമാ ബഖീത യൗമൻ വാഹിദ, നീ ദീർഘകാലം ദുനിയാവിൽ ജീവിച്ചാലും ഒരു ദിവസം ജീവിച്ച പോലെ നിനക്ക് തോന്നും. അതാണ് വിശുദ്ധ ഖുർആനിൽ കാണാം, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബഥു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹാ. ഒരു മനുഷ്യൻ 60 ഓ 70 റസൂൽ പറഞ്ഞ പോലെ അഹ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70, ഒന്നെങ്കിൽ 60 ഓ 70 അല്ലെങ്കിൽ എത്ര കാലം നമ്മൾ ജീവിച്ചാലും ഒരു മനുഷ്യൻ എത്രയെന്ന് ചിന്തിക്കുക, ഒരു വൈകുന്നേരത്തെ ചില സമയം മാത്രമാണ് ദുനിയാവിൽ ജീവിച്ചത് എന്ന് തോന്നിപ്പോകും. സത്യല്ലേ സഹോദരങ്ങളെ? എത്ര കാലങ്ങൾ നമ്മളിപ്പോൾ ജീവിച്ചു. ഇന്നലെ കഴിഞ്ഞ പോലെ വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടേ നിൽക്കുന്നു. 2026 നമ്മുടെ സുഹൃത്തിന്റെ മകളുടെ കല്യാണത്തിന് ഇന്നലെ പങ്കെടുത്തു. അവിടെ ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, കുറച്ചു കാലം മുന്നേ ഈ ബാലവേദി കളിച്ചങ്ങാടിൽ നമ്മുടെ മുന്നിൽ ഇരുന്ന കുട്ടി ഇപ്പൊ കല്യാണം കഴിക്കാനേ. സുബ്ഹാനല്ലാഹ്, നമ്മളിങ്ങനെ വയസ്സായി പോകുന്നത് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല എന്നതായിരിക്കും യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ, ഏത് സമയത്തും കടന്നു വരുന്ന ആ മരണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അലാ അയ്യി ഹാലിൻ തമൂത്, നമ്മൾ ഏത് അവസ്ഥയിലാണ് മരിക്കുക? സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിനായിട്ട് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സിഗരറ്റ് വലി നിർത്താനേ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സിഗരറ്റ് വലി, താടിയുണ്ട്, സലഫിയാണ് അദ്ദേഹം, നല്ല എല്ലാ നിലക്കും പള്ളിയിലൊക്കെ ഉണ്ട്, പക്ഷെ സിഗരറ്റ് വലി നിർത്താനാകുന്നില്ല. സഹോദരങ്ങളെ, അയ്യ ഹാലിൻ തമൂത് എന്നത് പ്രധാനമായ വിഷയമാണ്. ഏതവസ്ഥയിലാണ് നമ്മൾ മരിക്കുന്നത്? മഞ്ചേരിയിൽ ഒരു സഹോദരൻ മരിച്ചൊരു കഥ നമ്മൾക്കറിയാം. അവന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഡോറടിച്ചു, കുറ്റിയിട്ടു, ആരും അറിയാതിരിക്കാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തു, മോശപ്പെട്ട വീഡിയോ അവൻ കാണാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ ഉമ്മ എഴുന്നേൽക്കാൻ സുബഹിക്ക് വേണ്ടി അവനെ വിളിക്കുന്നു, ഡോർ തട്ടിയിട്ട് അവൻ എഴുന്നേൽക്കുന്നില്ല. വാപ്പ വന്ന് ഡോർ ചവിട്ടിപ്പൊളിച്ചു നോക്കുമ്പോൾ നൊര വന്ന് നാവ് കടിച്ചു പിടിച്ച രൂപത്തിൽ അവൻ മരിച്ചു കിടക്കുകയാണ്. മകനെ, മോനെ എന്ന് വിളിച്ച് ഈ വാപ്പയും ഉമ്മയും കൂടി ഈ മോനെ കെട്ടിപ്പിടിക്കുമ്പോ തൊട്ടരികത്ത് ഇപ്പോഴും ആ സമയത്തും ആ മോശപ്പെട്ട വീഡിയോ അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അയ്യോ ഹാലിൻ തമൂത്, ഏതവസ്ഥയാണ് നമ്മൾ മരിക്കുന്നത്?
ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരു സഹോദരനായി തെറ്റി നിൽക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ, ഞാനൊന്നുകൂടെ ആവർത്തിക്കാം, ഒരു സഹോദരനായി തെറ്റി നിൽക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ, ബാപ്പനോട് തെറ്റി നിൽക്കുന്ന ഇപ്പോഴുണ്ട്, ഉമ്മാനോട്, മക്കളോട്, സഹോദരനോട്, സഹോദരിയോട് ഇപ്പോഴും തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്ഹാലിൻ തമൂത്ത്, എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അയ്ഹാലിൻ തമൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹൽ അൻത ഗനിയ്യുൻ ഫഖീർ, ഈ ഭയങ്കര പൈസക്കാരനായിട്ട് മരിക്കുന്നുണ്ടോ, പാവപ്പെട്ടവനായി മരിക്കുന്നുണ്ടോ എന്നതല്ല ചോദ്യം. കവിയുൻ ഔ വഈഫുൻ, എനിക്ക് നല്ല ശക്തി ഉണ്ടോ, അല്ലെ ദുർബലനായിട്ടാണോ മരിക്കുന്നത് എന്നതല്ല ചോദ്യം. ദൂ അയ്യാലിൻ ഔ അഖീമൻ, എനിക്ക് കുട്ടികളുണ്ടോ, കുട്ടികളില്ലാതെയാണോ മരിക്കുന്നത് എന്നതല്ല ചോദ്യം. എന്താണ് ചോദ്യം? അയ്ഹാലിൻ തമൂതു ഫിൽ അമൽ, എത്ര അമലായിട്ടാണ് നീ പോകുന്നത്? സഹോദരങ്ങളെ, ഇപ്പോൾ മരിച്ചാൽ, ഈ ഖുത്ബ പറയുമ്പോൾ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ മരിച്ചാൽ നമ്മുടെ കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞ കഥ അറിയാത്തവരായിട്ട് ആരാണുള്ളത്? അദ്ദേഹം കരയുന്നു. സ്വഹാബത്ത് ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, താങ്കൾ എന്തിന് കരയണം? ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ, താങ്കൾ എന്തിന് കരയണം? അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട്, ഞാനൊന്ന് മരിച്ചാൽ, എന്നെ കബറിലേക്ക് ഇറക്കി വെച്ചാൽ, കാലങ്ങളോളം കബറിൽ കിടന്ന് വർഷങ്ങളോളം റബ്ബിന്റെ മുന്നിൽ ഹിസാബിന് വേണ്ടി കാത്തുനിന്ന്, അബൂ ഹുറൈറ എന്ന് പറയുമ്പോൾ റബ്ബിന്റെ മുന്നിലേക്ക് ഒന്ന് എത്തി നിന്ന് ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനിക്കപ്പെടുന്ന ആ യാത്രയുണ്ടല്ലോ, ദൈർഘ്യമുള്ള യാത്രയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്, പക്ഷേ പരലോക വിജയത്തിനായി എന്റെ കയ്യിൽ വളരെ കുറഞ്ഞ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ആരാണ് പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ നിസ്കാരം പലപ്പോഴും സുബ്ഹിന്റെ അവസ്ഥ എന്താ? രാത്രിയുള്ള നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് രാവിലെ അദ്കാർ സ്വഭാവ രാവിലെ ചൊല്ലിയിരുന്നു എന്ന് ചിന്തിച്ചു നോക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ മത്സരത്തിൽ പിറകിലായി പോയിട്ടുണ്ടോ എന്നുള്ളത് വല്ലാതെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ഈ ചിന്തകൾ നമ്മളിലേക്ക് എത്തുമ്പോഴാണ് ധാരാളം മരണത്തിന് ഓർക്കാൻ നമുക്കെല്ലാം സാധിക്കുക. അദ്ദേഹം പറയുന്നുണ്ട്, എത്ര ആൾക്കാരാണ് വാഹനത്തിൽ കയറി അദ്ദേഹം പുറപ്പെട്ടു, ചുമലിൽ ഏൽക്കപ്പെട്ടവനായി തിരികെ വീട്ടിലേക്ക് എത്തുന്നു. എത്ര ഉദാഹരണങ്ങൾ. നമ്മളിപ്പോ പറയില്ലേ, ഇപ്പൊ വണ്ടിയെടുത്ത് പോയിന്ന് കണ്ടിട്ടുള്ളൂ, തിരിച്ചു വരുന്നത് എങ്ങനെയാ? ആംബുലൻസിലാണ്. കബറില് പിന്നെ ഈ മയ്യത്തായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അദ്ദേഹം പറയാണ്, ഞാനിപ്പോ വരാം, ഭക്ഷണം എടുത്തു കിട്ടോ എന്ന് വൈഫിനോട് പറഞ്ഞ് ഒന്ന് ജസ്റ്റ് അകത്തേക്ക് പോയതാണ്. പക്ഷെ പക്ഷെ ആ ഭക്ഷണം ഒന്ന് വായിലേക്ക് എടുത്തു വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എത്ര ഉദാഹരണമുണ്ട്. ചില ഭാര്യമാരൊക്കെ പറഞ്ഞേക്കാം, ഇക്കാക്ക് എന്നോടൊന്ന് കുളിച്ചിട്ട് വരാം, ഈ ഭക്ഷണം എടുത്ത് ചായ ഉണ്ടാക്കിട്ടോ എന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ ചായ കുടിക്കാൻ അദ്ദേഹത്തില്ല ഇല്ല എന്ന് എത്ര ഭാര്യമാർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഏത് സമയത്തും നമ്മൾ ചിന്തിക്കണം, എത്ര മനുഷ്യന്മാർ എത്ര ഡ്രസ് ഇട്ടു, എന്നിട്ട് ആ കുടുക്കള ബട്ടണുകൾ അവരിട്ടു, പക്ഷെ ആ കുടുക്കയച്ചതാരാ? അദ്ദേഹത്തിന്റെ മരണത്തിന് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള ആളുകളാണ് ആ കുടുക്കയച്ചത്. ഇത്ര ആൾക്കാരുടെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഏത് സമയത്ത് മരിച്ചു കഴിഞ്ഞാലും ആ നല്ല അമലായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് മരിക്കാൻ സാധിക്കണം. അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് ഏത് സമയത്തും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകണം. ഇങ്ങനെയുള്ള ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോഴാണ് ആ മരണത്തിനെ കുറിച്ച് ഓർക്കാൻ നമ്മൾക്ക് സാധിക്കാം. ഞാൻ 2-3 വരി കൂടി പറയാം. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വരിയാണ്, തസവ്വുദ് മിന തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. നീ നല്ലോണം തഖ്വ പുലർത്തിക്കൊണ്ട് ജീവിച്ചു, ഏത് സമയത്തും തഖ്വയോടുകൂടി ജീവിച്ചോ. കാരണം എന്താ? രാവിലെ ആയാൽ വൈകുന്നേരമാകുമെന്ന് ഒരു ഉറപ്പ് നമ്മൾക്കില്ല. ഖുത്ബ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമെന്ന് ഒരു ഉറപ്പും നമ്മൾക്കില്ല. അദ്ദേഹം പറയണം, ഫകം മിൻ സ്വഹീഹിൻ മാത മിൻ ഖൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഗ്രി. എത്ര ആരോഗ്യമുള്ള ആളുകളാണ് ഒരു കാരണവുമില്ലാതെ മരിച്ചുപോയത്. ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിച്ച എത്ര പേരാണ് കാലമേറെ ജീവിച്ചത്. ഞാൻ എല്ലാ സമയത്തും പറയുന്ന ഉദാഹരണമുണ്ട്. ഞാൻ അറിയുന്ന ഒരു കുടുംബത്തില് ഒരു വാപ്പ, പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി കുറെ കാലം ഉണ്ടാവില്ല, പിന്നെ വേണമെങ്കിൽ മക്കളോടൊക്കെ വന്ന് പാപ്പനെ കുറച്ചു കാലം നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ്
പിന്നെ നേരെ വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കയ്യാക്കൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഗൾഫിലുള്ള മോൻ എന്ത് ചെയ്യാണ്, വാപ്പാൻ അവസാനമായിട്ട് നോക്കാൻ വേണ്ടി കഞ്ഞി കൊടുത്ത് മരുന്ന് കൊടുത്തു കൊടുത്ത് നല്ലോണം നോക്കാൻ വേണ്ടി വാപ്പാനെ നോക്കാൻ വേണ്ടി മകന് നാട്ടിലേക്ക് എത്താണ്. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം രാത്രി മകൻ വാപ്പയൊക്കെ കിടന്നുറങ്ങി. ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിച്ച വാപ്പ സുബഹ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. വാപ്പാനെ കുറെ കാലം അവസാനം കിടക്കുന്ന വാപ്പാനെ നോക്കാൻ വേണ്ടി വന്ന മകൻ അന്ന് ആ ദിവസം ചെയ്യില്ല, എന്നിട്ട് അദ്ദേഹം മരിച്ചുപോയി. സഹോദരങ്ങൾ, ഇതാണ് റിയാലിറ്റി, ഇതാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം പറയാണ്, എത്ര യുവാക്കളാണ്, നമ്മളടക്കമുള്ള യുവാക്കളാണ് വളരെ അശ്രദ്ധമായി കൊണ്ട് ജീവിക്കുന്നത്. പക്ഷെ അവരെ പൊതിയാനുള്ള കഫം പുടവ തൊട്ടരികയുള്ള പിന്നെ നെയ്തെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവർക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, കുറെ കാലം ജീവിക്കും, പിന്നെ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് അല്ലെങ്കിൽ ഇന്നൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഇന്നൊരു പ്രൊമോഷൻ, ഇതൊക്കെ പ്ലാൻ ചെയ്ത എത്ര ആൾക്കാരുണ്ട് ഒന്നുമില്ലാത്ത രൂപത്തിൽ മരിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, ഇപ്പൊ നമ്മളൊരു പ്രവർത്തകന്റെ നമ്മളെ സഹോദരന്റെ മകൻ കഴിഞ്ഞ മാസം മരിച്ചത് നിങ്ങൾ എല്ലാവർക്കും അറിഞ്ഞിട്ട് അവന് പിന്നെ കബറൻ വിശാലമാക്കി അടുത്തേക്ക് മാറട്ടെ. എന്നുവെച്ചാൽ ഓരോ മക്കളും ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ മനുഷ്യരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ അശ്രദ്ധരാണ് എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെയാണ് 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നത്. ഇത് പറഞ്ഞെന്ത് ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ മരിക്കുന്നതിന് മുന്നേ നമ്മൾ തയ്യാറായി നിൽക്കേണ്ട 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ ഒരു വിഷയം, എപ്പോ മരിച്ചാലും മുസ്ലിം അല്ലാതെ മരിക്കരുത്. ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിം അല്ലാതെ മരിക്കരുത്. ഇങ്ങനെ പ്രത്യേകമായി പറയാൻ കാരണം, എത്ര യുവാക്കളാണ് ഇന്ന് നിരീശ്വരവാദികളായിത്തീരുന്നത്. സുബ്ഹാനല്ലാഹ്, സങ്കടം തോന്നും. ഒരു പക്ഷേ നമ്മളെ കൈപിടിച്ച് പള്ളിയിലേക്ക് വരുന്നുണ്ടാകാം, ഖുത്ബ കേൾക്കുന്നുണ്ടാകാം, ദീനീ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ ഏത്യസ്റ്റുകളാണ്, അവർ നിരീശ്വരവാദികളാണ്. ഒരു വരിയുണ്ട്, പരലോക പാറ്റകൾ കരളുമാ മോക്ഷത്തിൽ പതിരിനായുള്ള ഈ പ്രാണനാഥം പമ്പര വിഡിത്തം പരമാർത്ഥം ഇതുമാത്രം പരിപരത്തിലുള്ള ഈ മണ്ണ് മാത്രം. പരലോകം എന്ന് പറയുന്ന ഒന്നൊന്നില്ല, ദുനിയാവിലെ മണ്ണ് മാത്രം എന്നെഴുതിയ ഈ വരികൾ എഴുതിയത് ഒരു മുസ്ലിം കവിയാണ്, അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു പെൺകുട്ടി, എന്റെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി, പിന്നെ അവള് സംസാരിക്കാൻ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു. നമ്മുടെ ഒരു ഹുത്തുമൊക്കെ കഴിഞ്ഞ് ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷം അവള് പറഞ്ഞൊരു കാര്യം, ഞാൻ കുറെ കാലമായി ഈ ആരിഫ് ഹുസൈന്റെ വലയിൽ പെട്ട് കിടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിരീശ്വരവാദികൾ യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കുട്ടികളെ പിടിക്കാൻ വേണ്ടി അജണ്ട വെച്ചിട്ട് പ്രവർത്തിക്കുമ്പോൾ നല്ലൊരു തറവാട്ടിലുള്ള അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം നല്ല പള്ളിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ പറയുന്നത്, ഞാൻ കുറെ കാലമായിട്ട് ഈ നിരീശ്വരവാദികളുടെ വലയിലാണ്. സഹോദരങ്ങളെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി തന്നെ മരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. സംശയമേ ഉണ്ടാകരുത്. 2 രൂപത്തിലാണ് ശൈത്താൻ ഒരാളെ പഴപ്പിക്കുക. നമ്മൾ മനസ്സിലാക്കണം, 2 രൂപത്തിലാണ് ശൈത്താൻ ഒരാളെ പഴപ്പിക്കുക. അതിൽ ഒന്നാമത്തെ രൂപം ഷഹവാത്തുകളാണ്, ഷഹവാത്ത്. രണ്ടാമത്തേത് ശുബ്ഹാത്ത്. ഒന്നാമത്തേത് ഷഹവാത്ത്. ഷഹവാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവേച്ഛ, മനസ്സിന്റെ ഇച്ഛ, വ്യഭിചാരം, തോന്നിവാസങ്ങൾ, ഹറാമുകൾ, ഇതെല്ലാം ചെയ്ത് ശൈത്താൻ ഒരാളെ പഴപ്പിച്ച് നരകത്തിലേക്ക് എത്തിക്കും. രണ്ടാമത്തെ രൂപം ശുബ്ഹാത്താണ്, സംശയങ്ങൾ. ദീനിൽ സംശയമുണ്ടാക്കിക്കൊണ്ട് അവനെ പഴപ്പിക്കും. റസൂൽ പറഞ്ഞില്ലേ, ശൈത്താൻ ഒരാളെ അരികിലേക്ക് എത്തിയിട്ട് പറയും, ഈ സൂര്യൻ ആരാ പഠിച്ചത്? നമ്മൾ പറയും അല്ലാഹ്. ഈ ചന്ദ്രൻ ആരാ പഠിച്ചത്? നമ്മൾ പറയും അല്ലാഹ്. ഈ വലിയ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളെ ആര് പഠിച്ചു? നമ്മൾ പറയും അല്ലാഹ്. ലാസ്റ്റ് ശൈത്താൻ ചോദിക്കുന്നില്ല, എന്നാൽ അള്ളാഹ് ആരാ പഠിച്ചത് എന്ന് ശൈത്താൻ നൈസായിട്ട് എന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ചൊല്ലിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച. സഹോദരങ്ങളെ, മുസ്ലിം അല്ലാതെ മരിക്കരുത് എന്ന് എല്ലാ പ്രവാചകന്മാരും സ്വന്തം മക്കളോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, സ്വന്തത്തിന്റെ കാര്യത്തിൽ നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, നമ്മൾ മരിക്കുന്നവരെ ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, ഒന്ന് മുസ്ലിമായി മരിക്കാൻ, തീർച്ചയായും നല്ല കൃത്യമായി കൂടി ജീവിക്കുക. 2, മരണം വരുന്നതിന്റെ മുന്നേ തന്നെ തൗബ ചെയ്യാൻ സാധിക്കണം. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും കാത്തു നിൽക്കുകയാണ് നമ്മൾ. ആരെ? വലിയൊരു പ്രയാസം വരുന്നവരെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ, ഒരു രോഗം വരുന്നവരെ, ഒരു വാപ്പ മരിക്കുന്നവരെ, കടം ബാധിത ആകുന്നവരെ. ഇപ്പോ പലപ്പോഴും ചില ആൾക്കാരൊക്കെ ഭയങ്കര ഭീതിയാകുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണം വരുമ്പോഴാണ്.
കടം കൂടി വന്ന് അല്ലെങ്കിൽ ബിസിനസ് കൂടി പൊളിഞ്ഞ് അല്ലെങ്കിൽ വാപ്പ മരിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ച് മക്കൾ ഹോസ്പിറ്റലിലായി അല്ലെങ്കിൽ നമ്മളൊന്നും വല്ലാത്ത രോഗിയായി അങ്ങനെ ചിന്തിക്കും നമ്മുടെ തലയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ഇനി നന്നായില്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പൊ കൂടി നന്നാവല്ല വേണ്ടത്. എപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ തൗബ ചെയ്ത് മടങ്ങാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന തവ്വാബുൻ. എല്ലാ മനുഷ്യന്മാരും തിന്മകൾ ചെയ്യും, ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ വഖൈറുൽ ഖത്താഇന തവ്വാബുൻ, ഖത്താഇന തവ്വാബുൻ, ആ തിന്മ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലതാരാ? തൗബ ചെയ്യുന്നവരാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. യുഗർഗിർ എന്ന് വെച്ചാൽ അവന്റെ തൊണ്ടക്കുയിൽ ഒരു ഒച്ചുണ്ടാക്കുന്നവരെ അതെപ്പോഴാ? മരണം പിന്നെ അവന്റെ റൂഹിനെ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോ സ്വാഭാവികതയിലുള്ള വല്ലാത്ത വേദന ഉണ്ടല്ലോ, ആ ഇവിടെ എത്തുന്നവരെ അവനെന്ത് ചെയ്യാം? തൗബ ചെയ്യാം. പക്ഷെ ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൗബ ചെയ്യില്ല, സ്വീകരിക്കുകയില്ല. സഹോദരങ്ങൾ, ആരെയും കാത്തു നിൽക്കണ്ട, ആരെയും കാത്തു നിൽക്കണ്ട. ഇന്ന് തന്നെ അലാറം വെച്ചോളി. ഇന്ന് അലാറം വെക്കട്ടെ, രാത്രി പിന്നെ ഒന്ന് കിടന്നുറങ്ങി സുബഹിന്റെ മുന്നേ എഴുന്നേൽക്കട്ടെ. എന്നിട്ട് റബ്ബിനോട് ഓരോന്ന് വിളിച്ചു പറയട്ടെ, എന്തെല്ലാം ചെയ്തു പോയി. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ എല്ലാവിധ തിന്മകളും പുറത്തു നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കാത്തു നിൽക്കണ്ട, തൗബ ചെയ്യാൻ കാത്തു നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് റബ്ബിന് ഉണ്ടാകില്ല എന്ന് നമ്മൾ ഏറ്റുപറയണം. ഓരോ തിന്മയും വ്യഭിചാരം നിർത്താൻ സാധിക്കാത്ത സിഗരറ്റ് അല്ലെ ലഹരി, സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ ബന്ധപ്പെട്ട് പിന്നെ ഈ വരുന്ന ഇതിൽ എത്ര മുസ്ലിം പേരുകളാണ്, സുബ്ഹാനല്ലാഹ്, എത്ര മുസ്ലിം പേരുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ലഹരിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറ്. ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മളോട് പറയുന്നു, ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു ഹറാമിലാണ്. ഒരുപക്ഷെ പുറമെ ഇവിടെയുള്ള സിസ്റ്റം നോക്കുമ്പോൾ ഓപ്പറേഷൻ തുഫാനിൽ ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിലിലായിരിക്കും, അതിന്റെ പിന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ദുനിയാവിന്റെ പ്രൊസീജിയേഴ്സ് ആണ്. ദുനിയാവില്ലാത്ത പരലോകത്തിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അവിടെ പരലോകത്ത് പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അത് സിഗരറ്റ് ആയിക്കോട്ടെ, അത് MDMA ആയിക്കോട്ടെ, അത് കഞ്ചാവായിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവനെ ഉപയോഗിക്കുന്നുണ്ടോ നാളെ പെടും. ഇവിടെ പിടിക്കപ്പെടും എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് ആരാണോ ഇത് ഉപയോഗിക്കുന്നത് അത് നിർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ എന്ത് ഹറാമാണ് ചെയ്യുന്നത് നമ്മൾക്കറിയാം, അത് നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന മുന്നേ ഏറ്റവും നല്ല ഇസ്ലാമിയത്തിൽ മരിക്കാനും തൗബ ചെയ്ത് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന മുന്നേ മൂന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തോടുകൂടി മരിക്കുക എന്ന് പറയുന്നത്. നല്ല വിചാരത്തോടുകൂടി മരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ظن ബില്ലാഹി അസ്സ വജൽ. ഒരു മനുഷ്യൻ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 3 ദിവസം മുന്നേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ظن ബില്ലാഹി അസ്സ വജൽ. ഒരു വിശ്വാസി മരിക്കുന്ന മുന്നേ അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരത്തോട് കൂടിയിട്ടാണ് മരിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, അത് ഏത് സമയത്തും ഒരു പോസിറ്റീവ് ചെയ്ത് അള്ളാഹിനെ പറ്റി വേണം. പ്രയാസങ്ങളിലാണോ, കടബാധ്യതനാണോ? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു മനുഷ്യനെ ഷാർജ ചെയ്ത ഒരാളെ കണ്ടു. അദ്ദേഹം കോടികളുടെ കട, ഒരു പ്രതീക്ഷ ഇല്ലാതെ പിന്നെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആണ് പിന്നീട് ഈ എല്ലാവർക്കും അറിയുന്ന പോലെ യുദ്ധ കാരണങ്ങളൊക്കെ വന്ന് ഒരു കച്ചവടം തുടങ്ങി. പിന്നെ യുദ്ധം വന്നു, ആകെ പ്രയാസം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയാണ്, അള്ളാഹെ പറ്റി ഞാൻ ഇന്നേ വരെ ഒരു മോശപ്പെട്ട ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് ചെല്ലുന്നത് എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുന്നത്? കാരണം ഇത്രയും കടം, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും അള്ളാഹുവിനെ കാക്കും, അള്ളാഹുവിനെ രക്ഷിക്കും. ഞാൻ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അള്ളാഹിനെ പറ്റി എന്തിനാണ് റബ്ബേ, എന്തിനാണ് ഇന്നത്തെ എങ്ങനെ പരീക്ഷിക്കുന്നത്, ഇന്നത്തെ എങ്ങനെ എന്തിനാണ് സുഖിപ്പാക്കുന്നത്? ഒരു ചെറിയ വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. സഹോദരങ്ങളെ, നമ്മൾ ഇത്ര പറഞ്ഞുപോയി. ഒരു ചെറിയ പരീക്ഷണം കാലം വെച്ച് എന്തൊരു കഷ്ടമാണിത് നമ്മൾ പറയാറില്ലേ? ചെറിയ കടം വരുമ്പോൾ, കച്ചവടം വരുമ്പോൾ, എന്തെങ്കിലും മരണം വരുമ്പോൾ അതൊക്കെ നമ്മൾ എന്തൊക്കെ വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹിനെ കുറിച്ച് നല്ലത് മാത്രം പറയാൻ വിചാരിക്കാൻ സാധിക്കണം. അങ്ങനെയാണ് ഒരു വിശ്വാസി മരിക്കുക.
ഇനി നാലാമത്തെ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, കൈഫ തജിദുക, നിനക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത്? റൂഹിനെ പിടിക്കുന്ന, ആ പ്രയാസം അനുഭവിക്കുന്ന, ആ വേദന അനുഭവിക്കുന്ന മനുഷ്യനോട് പ്രവാചകൻ ചോദിച്ചു, കൈഫ തജിദുക, നിനക്കിപ്പോ എങ്ങനെ തോന്നുന്നു? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ, ഇന്നി അർജുല്ലാഹ വ ഇന്നി അഖാഫു ദുനൂബി, ഞാൻ അള്ളാഹുവിന് നല്ല പ്രതീക്ഷയുണ്ട്. ഞാൻ മരിച്ചാൽ എന്റെ ഖബറ് ഇൻഷാ അല്ലാഹ് അത് വിശാലമാക്കപ്പെടുമെന്നും അവിടെ രക്ഷയുണ്ടാകുമെന്നും നാളെ പരലോകത്തെത്തിയാൽ എന്നെ സ്വർഗത്തിലാക്കും, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ വഇന്നി അഖാഫു ദുനൂബി, പക്ഷെ എന്റെ തിന്മന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന് പ്രതീക്ഷയുണ്ട്, പക്ഷെ തിന്മ ചെയ്തു പോയല്ലോ എന്നുള്ള ഭയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിഅാനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിത്ലി ഹാദൽ മൗതിനി ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വ ആമനഹു ബിമാ യഖാഫ്. ഈ രണ്ട് വികാരങ്ങൾ, വൈകാരികമായ അവസ്ഥകൾ മരിക്കുന്ന നേരത്തെ ഒരാളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ എന്തിനെ കുറിച്ചാണോ പ്രതീക്ഷ വെച്ചത് അത് അയാൾക്ക് ലഭിക്കും. അയാൾ എന്താണോ ഉപയോഗിച്ചത് അയാൾ അതിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. ഏത് സമയത്തും ഞാൻ തിന്മ ചെയ്തു പോയതൊന്നും പേടി വേണം. ഇപ്പൊ പലപ്പോഴും ഈ തിന്മന്റെ ഏറ്റവും വലിയ പ്രശ്നം അവസാനിക്കാണ്. തിന്മന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിലൊക്കെ ഒരു പേടിയായിരിക്കും. ഏത് പിന്നെ ഒരു മോശപ്പെട്ട വീഡിയോ കണ്ടുവരും, ഇനി കാണൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്തു നോക്കിയായിരിക്കും. ഒരു സിഗരറ്റ് ആദ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വലിച്ചോയല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചായിരിക്കും. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു 10 കഴിയുമ്പോൾ ഇത് ചെയ്തു പോയതിന്റെ ഒരു റിമോട്ട് ഫീലിംഗ്, ഒരു കുറ്റബോധം നമ്മൾക്ക് കുറഞ്ഞു വരും. അവസാനം ഇവൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആയിന്നിറങ്ങിപ്പോകും. ആദ്യം പരീക്ഷ എടുത്തതിനെ പറ്റി ആലോചിച്ചാൽ മതി. ആദ്യം ആ പരീക്ഷ എടുക്കുമ്പോൾ നിവൃത്തികേട് കൊണ്ടാണല്ലോ അപ്പൊ ഞാൻ ചെയ്തത്, ഹറാമാണ്, ഒരു നിരക്ക് ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ നിവൃത്തികേടോട് ഞാൻ ചെയ്തു പോയല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ചെറിയ കാര്യങ്ങൾക്ക് പോലും EMI എടുത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ പരീക്ഷ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്യുന്ന തിന്മകളെ കുറിച്ച് നല്ല പേടി വേണം. ഒരു ഹറാം കണ്ടുപോയോ ആ പേടി നമ്മൾ എന്ന് പറയാൻ കഴിയണം. അങ്ങനെ ആ തിന്മയെ കുറിച്ചുള്ള ഒരു ഭയവും പ്രധാനപ്പെട്ട നല്ല പ്രതീക്ഷയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ചുരുക്കം പറഞ്ഞാൽ, ഇന്ന് ഖുതുബ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തന്നെ എന്റെ അമലിനെ പറ്റി എല്ലാവരും ആലോചിക്കുക. ഇപ്പോൾ മരിച്ചാൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലെത്തുന്ന കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. എനിക്ക് നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്, നിങ്ങൾക്ക് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ദീനിന്റെ കാര്യത്തിൽ, സ്വർഗത്തിന്റെ മത്സരത്തിൽ ഞാൻ നല്ല സ്വർഗത്തിനാണ്. നിങ്ങളെക്കാൾ മുന്നേ സ്വർഗത്തിലെത്താനേ ഞാൻ നോക്കൂ, എന്നേക്കാൾ മുന്നേ സ്വർഗത്തിലെത്താനേ നിങ്ങൾ നോക്കുകയുള്ളൂ. അതുകൊണ്ട് ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവൻ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരിക്കുന്ന പോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, ഏതൊരവസ്ഥയിൽ എങ്ങനെ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നല്ലൊരു മുസ്ലിമായി, നീ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മുഅ്മിനായി, നിന്റെ ഭാഗത്തുള്ള നല്ലൊരു മുഹ്സിനായി മരിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അറിവുണ്ടായിട്ടുമില്ലാതെയും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തിന്മകളും പാപങ്ങളും അബദ്ധങ്ങളും റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.